ശ്രീമദ് ഭഗവത്ഗീത 1-ാം അധ്യായം അർജുന വിഷാദയോഗം. ഓം നമോ ഭഗവതേ വാസുദേവായ. ധൃതരാഷ്ട്രർ ചോദിക്കുന്നു, ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമാവേദായുയുത്സവാഃ മാമാങ്കാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. അല്ലയോ സഞ്ജയ, പുണ്യഭൂമിയായ കുരുക്ഷേത്രത്തിൽ യുദ്ധത്തിനൊരുങ്ങി അണിനിരന്നു നിന്ന എൻ്റെ കൂട്ടരും പാണ്ഡവരും എന്താണ് ചെയ്തത്? സഞ്ജയൻ പറഞ്ഞു, ദൃഷ്ടോ തു പാണ്ഡവാനേകം വ്യൂഢം ദുര്യോധനാസ്തഥാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. വ്യൂഹം ചമഞ്ഞു നിൽക്കുന്ന പാണ്ഡവ സൈന്യത്തെ കണ്ട് ദുര്യോധന മഹാരാജാവ് ദ്രോണാചാര്യരുടെ മുമ്പിൽ ചെന്നു പറഞ്ഞു, പശ്യതാം പാണ്ഡുപുത്രാണമാചാര്യമഹതീ ചമ്മു വ്യൂഢം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. അല്ലയോ ആചാര്യ, അങ്ങയുടെ ശിഷ്യനും ബുദ്ധിമാനുമായ ദ്രുപദപുത്രനാൽ വ്യൂഹം ചമച്ചു നിർത്തപ്പെട്ട ഈ മഹത്തായ സൈന്യത്തെ അങ്ങ് നോക്കിയാലും. അത്ര ശൂരാ മഹുഷ്യസ്സ ഭീമാർജുന സമായുധി യുയുധാനോ വീരാടാഞ്ച ദ്രുപദാഞ്ച മഹാരഥാ ദൃഷ്ടകേതുശ്ചിഗീദാന കാശിരാജഞ്ച വീരവൻ പുരുജിത്ത് കുന്തിഭോജഞ്ച ശൈബേജ നരപുംഗവ യുദ്ധമനുഞ്ച വിക്രാന്തഃ ഉത്തമൗജാഞ്ച വീരവൻ സൗഭദ്രോ ദ്രൗപദോയാഞ്ച സർവ ഏവ മഹാരഥാ. ഈ സൈന്യത്തിൽ ശൂരന്മാരും കേക്കേമന്മാരായ വില്ലാളികളും യുദ്ധത്തിൽ ഭീമാർജുന സമന്മാരുമായ സത്യകി, വീരാടൻ, മഹാരഥനായ ദ്രൂപദൻ, ദൃഷ്ടകേതു, ചെകിതാനൻ, വീരനായ കാശിരാജാവ് പുരുജിത്ത്, കുന്തിഭോജനൻ, നരോത്തമനായ ശൈബ്യൻ, വിക്രമമേറിയ യുദ്ധമന്യു, വീരനായ ഉത്തമൗജസ് അഭിമന്യു, പാഞ്ചാലി പുത്രന്മാർ എന്നിവർ അടങ്ങിയിരിക്കുന്നു. അവർ എല്ലാവരും തന്നെ മഹാരഥന്മാരാണ്. ഓ